ജീവിതത്തിലെ കഴിവ് കെട്ടവളായി ഞാൻ മാറിയതിന്റെ കാരണക്കാരി എൻ്റെ സ്വന്തം അമ്മയാണ്. ഒരു പെൺകുട്ടിയുടെ പരാതിയായിരുന്നു സ്വന്തം അമ്മയെക്കുറിച്ച്. എൻ്റെ അമ്മ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു അമ്മയായിരുന്നു. എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടില്ല, എന്നെ ഒന്ന് പരിഗണിച്ചിട്ടില്ല, അഭിനന്ദിച്ചിട്ടില്ല. ഒരു ഉരുള വാരിയിട്ട് എൻ്റെ വായിൽ വെച്ചത് എനിക്ക് ഓർമ്മയില്ല. എന്നൊന്ന് ഉമ്മ വെച്ചത് എനിക്ക് ഓർമ്മയില്ല. എപ്പോഴും കുറ്റപ്പെടുത്തലും പരാതികളും ഇങ്ങനെയായിരുന്നു ഞാൻ വളർന്നത്. അങ്ങനെ എൻ്റെ ബാല്യവും കൗമാരവും ഒക്കെ കടന്നുപോയി. കൗമാരത്തിൽ ഞാൻ സ്നേഹം കിട്ടാൻ വേണ്ടി പലപ്പോഴും യാചിച്ചിട്ടുണ്ട്. അങ്ങനെ പല കെണിയിലും ഞാൻ അകപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഭാര്യയാണ്, രണ്ട് മക്കളുടെ അമ്മയാണ്. ഭാര്യയായിട്ടും അമ്മയായിട്ടും എനിക്ക് നീതി പുലർത്താൻ പറ്റുന്നില്ല. ഈ പെൺകുട്ടിയുടെ വാക്കുകൾ ഇങ്ങനെ പോകുന്നു. പലരുടെയും കുട്ടിക്കാലത്ത് ഇത്തരം അനുഭവങ്ങളുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവാറുണ്ട്. അക്ഷരക്കൂട്ടുകൾ കൊണ്ട് മഹത്വവൽക്കരിക്കുന്ന മാതാപിതാക്കൾക്ക് അപ്പുറത്തേക്ക് ഇതൊന്നും അല്ലാത്ത മാതാപിതാക്കളും ഉണ്ടാവുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു കുട്ടിയുടെ കുട്ടിക്കാലത്ത് അവരുടെ മൈൻഡ് സെറ്റിനകത്ത് എന്താണോ ഇട്ടുകൊടുക്കുന്നത് അതിലൂടെയാണ് അവർ വളർന്നു വരുന്നത്. പിന്നീട് അതിലൂടെയാണ് അവർ ലോകത്തെ കണ്ടു തുടങ്ങുന്നത്. അവർ കഴിവുകെട്ടവരായും സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺഫിഡൻസും ഒന്നും ഇല്ലാത്തവരായി വളരാനത് കാരണമാകും. കാരണം കുട്ടിക്കാലത്ത് കൊടുക്കുന്നത് എന്തോ അതായിരിക്കും നാളെയുടെ അവർ. ഒരു മനുഷ്യൻ്റെ കുട്ടിക്കാലം എന്നുള്ളത് നാളെയുടെ അവരെ എന്താകണമെന്ന് തീരുമാനിക്കേണ്ട ആദ്യത്തെ പാഠശാലയാണ്. അവിടുത്തെ മാതാപിതാക്കളാണ് അവിടുത്തെ ഗുരുനാഥന്മാർ എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ കുട്ടിക്കാലത്ത് ആരെങ്കിലും ഇത്തരം ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയവരുണ്ടെങ്കിൽ താഴെ ഒന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യുക.